ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട്. അതാണ് പൂക്കളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര തണുപ്പാണ്. മഞ്ഞ് പിടിച്ചിട്ട് ഇത്രയും തണുപ്പാണ്. കയ്യെല്ലാം മരവിച്ചിരിക്കും. ഞാനിവിടെ സൂര്യൻ ഉദിക്കണമെന്ന് നോക്കി കാത്തിരിക്കുകയാണ്. ചുറ്റും മലയാണ്. ഈ മലയുടെ ഷേപ്പ് കണ്ടാൽ ഓർമ്മ വരുന്നത് പണ്ട് സൂര്യനും മലയൊക്കെ വരയ്ക്കുന്നത് ആ ഒരു ഷേപ്പിലാണ്. സൂര്യവെളിച്ചം വരച്ചിരിച്ചിറങ്ങുന്നത് മലയിൽ ഇങ്ങനെ കളർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ചെറിയ വെള്ളം ഒഴുകുന്ന വശം ഇവിടെയുണ്ട്. മലയിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അതിൻ്റെ സൗണ്ട് ഈ റിസോർട്ടിൻ്റെ ഭാഗങ്ങളിലുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഫ്ലവർ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇല്ല കേട്ടോ, ഒറിജിനലാണ്. ഇതാണ് ആ സൗണ്ടിൻ്റെ ആള്. മുരുകൻ കോവിലേക്കുള്ള ഓഫ് റോഡ് ട്രാവലാണ്. ജീപ്പിലാണ് പോകുന്നത്. പനിനീര് തളിയാനേ എന്ന് പറയണ പോലെ പനിനീര് തളിക്കണ പോലെയാണ് വെള്ളം വീണുകൊണ്ടിരിക്കണേ കേട്ടോ. അതാണ് മുരുകൻമല. താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. പക്ഷെ കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് ആരെയും വിടുന്നില്ല. ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് പനിനീര് തള്ളി കൊണ്ടേക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇതാണ് കയറി വന്ന വഴി. മൊബൈൽ പിടിക്കാൻ പറ്റില്ല, നമ്മൾ തെറിച്ചു പോകും മൊബൈലൊക്കെ.
പേടിക്കാൻ കൂടെ കുറേ പേരുണ്ടായതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ടി വന്നില്ല. ഒരു മുട്ട പാറയാണ്. ഈ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. ഇത്ര അറ്റത്താണ് ഈ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്ഥാനത്ത് നിങ്ങളെ സങ്കല്പിച്ച് ഈ മലയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ച് നോക്കൂ. ഇതാണ് മുരുകൻ്റെ അമ്പലം. മുരുകൻ ധ്യാനിച്ചിരുന്ന സ്ഥലമാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ആ ജീപ്പ് തന്നെ ഉണ്ടോ, ആടി ഒളഞ്ഞ് ജീവൻ കയ്യിൽ പിടിച്ചാലോ ഇതിനകത്തിരിക്കുക. ഇനി ഈ കടയൊന്ന് കാലിയാക്കണം. എടുത്തോട്ടെ, മാങ്ങ, പൈനാപ്പിൾ പുരട്ടെ. ഇതാണ് നമ്മൾ കയറിപ്പോയ വഴി. കയറിപ്പോകുമ്പോൾ മൊബൈൽ പിടിക്കാൻ പറ്റില്ല, തെറിച്ചു പോവും. ഇറങ്ങി വന്നപ്പോൾ എടുക്കാൻ പറ്റി. ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദനക്കാട്ടിലൂടെയാണ്. ചന്ദന മരങ്ങളാണ് ചുറ്റും. ഇതിനകത്തേക്കൊന്നും പോകാൻ പാടില്ല. ഞാനൊരു ചന്ദനമൊന്ന് അടുത്തുള്ളത് നിറച്ചൊക്കെ നോക്കി, മണമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ പോയത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ്. അവിടെ കരിമ്പെല്ലാം പറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചണ്ടിയൊക്കെ കുറേ ഉണ്ട്. ഇതിങ്ങനെ കത്തിക്കാനുള്ളതെന്നാണ് അവർ പറഞ്ഞത്. അത് ഇതിന് കത്തിക്കാൻ തന്നെയാണ് ഉപയോഗിക്കുക. വേറെ പ്രോസസ്സൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഇത് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ കൂർക്ക ഉണ്ടായതാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നേരെ മൂന്നാർ വഴി.